അമ്പലപ്പുഴയിൽ കടലെടുത്ത വീടുകളിൽ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ പലരും കഴിഞ്ഞ 5 വർഷമായി കഴിയുന്നത് റെയിൽവേ പുറംപോക്കിൽ. വീടിന് കതകോ ശൗചാലയമോ ഇല്ലാതെ കഴിയുന്ന ഈ കുടുംബങ്ങൾ അഷ്ടിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അന്തിയുറങ്ങാൻ ഒരു കൂര ഇവർക്കൊരുക്കാൻ കഴിയാത്ത സർക്കാരാണ് ഇന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത്. റെയിൽവേ പുറംപോക്കിൽ കഴിയുന്ന അമ്പലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനോടൊപ്പം സുധീഷ് ഗോപാൽ ചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട് പുറംപോക്കിൽ റെയിൽവേ പുറംപോക്കിൽ വർഷങ്ങളായി കഴിയുന്ന കുടുംബങ്ങൾക്കൊപ്പമാണ്. ഇവർ നിരവധി ഭവന പദ്ധതികൾക്ക് വേണ്ടി അപേക്ഷയുമെല്ലാം നൽകിയെങ്കിലും വർഷങ്ങളായി ഇപ്പോഴും ഈ റെയിൽവേ പുറംപോക്കിൽ ഒരു സുരക്ഷിതത്വവുമില്ലാതെ കഴിയുകയാണ്. വളർന്നു വരുന്ന പെൺകുട്ടികളുണ്ട്. അവരുടെ ഒപ്പം വളർത്തിക്കൊണ്ട് വരുമ്പോൾ വലിയ ഭയത്തോടെ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മഴ പെയ്താൽ ഈ ഷെഡുകളിലെല്ലാം തന്നെ വെള്ളം കയറും. തൊട്ടടുത്ത് റെയിൽവേ ട്രാക്കാണ്. അങ്ങനെ വളരെ പരാധീനമായ സാഹചര്യത്തിലൂടെ കഴിയുമ്പോഴും അവരെ തിരിഞ്ഞു നോക്കാൻ ഒരുത്തരും ഇല്ലാത്ത സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലാണ് ഇവരുടെ ജീവിതം? എത്ര വർഷമായിട്ട് ഇങ്ങനെ കഴിയുന്നത്? എന്താ നിങ്ങളുടെ ഒരു ജീവിതാവസ്ഥ? ഞാൻ ചെമ്മീൻ പൊളിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേലയ്ക്ക് പോകാൻ വയ്യ. 4.5 വർഷമായി ഞങ്ങൾ വന്നിട്ട്. ഒരു മനുഷ്യൻ പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞങ്ങളെ തിരക്കത്തില്ല. ഇലക്ഷൻ വരുമ്പോൾ വന്ന് തിരക്കും. അപ്പോൾ ഞങ്ങൾ വോട്ട് ചെല്ലണം. അല്ലാതെ ഞങ്ങളെ കൊണ്ട് ജോലിക്ക് പോയി ഇപ്പോൾ 10 രൂപയുടെ പണി ചെയ്യാൻ പോലും ഇല്ല. ഞങ്ങൾക്ക് പണി സുരക്ഷിതമാണോ? അല്ല. മഴ പെയ്താൽ ഉടനെ വെള്ളം അകത്തോട്ട് കയറുക. 4 വശവും ചേരയും പാമ്പും അതും ഇതുമൊക്കെ മാക്രിയാണെങ്കിൽ ഒരു വിധത്തിൽ ഉറക്കത്തില്ല. അതുപോലെ ഞങ്ങൾ പേടിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാണ്. കട ഇത് കുന്നും തടവായിട്ട് കിടക്കുക. പിന്നെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു പരുവത്തിന്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ റെയിൽവേ പുറംപോക്കിൽ? 5 വർഷമായി. 5 വർഷം ആകുന്നു ഇപ്പോൾ വന്നിട്ട്. എന്തെങ്കിലും ആയോ വീടിൻ്റെ? ഒന്നും ആയില്ല. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഈ കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ എത്രത്തോളം ഭീതിയുണ്ട്? ഭീതിയോടെയാണ്. ആണുങ്ങൾ പണിക്ക് പോയി കഴിയുമ്പോൾ ഞാനും ഈ കൊച്ചും കൂടെ ഒറ്റയ്ക്കാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഭീതി തന്നെയാണ്. നമുക്കൊരു അടച്ചുറപ്പില്ലാത്ത വീട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ പടതയാണ് മൊത്തം ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നത്. ആ പടത ഒന്ന് ബ്ലേഡിന് കീറിയാൽ ആൾക്കാർക്ക് കയറാം. ആ അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. അല്ലാതെ നമുക്ക് അടച്ചുറപ്പായിട്ടോ ഒരു കുറ്റിയിട്ട് കിടക്കാനോ ഉള്ള ഒരു ഇതുമില്ല. ആരെങ്കിലും അന്വേഷിക്കാനും വരുമെങ്കിൽ നമുക്ക് കിട്ടുമോ? ഈ ഇലക്ഷന് വരുന്നവരോടെല്ലാം നമ്മൾ ഓരോ പാർട്ടിക്കാർ വരുമ്പോഴും പറയും, ഞങ്ങൾക്ക് എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഇതാക്കി താതാണ്. അവർ തരാമെന്ന് പറയുന്നതല്ലാതെ നമുക്കൊന്നുമില്ല. ഇത് നമുക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും നമ്മളെ ഒന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ചെയ്തു. ലാസ്റ്റ് ഫ്ലാറ്റിന് വരെ ഞങ്ങൾ പറഞ്ഞു, ഫ്ലാറ്റെങ്കിൽ ഫ്ലാറ്റ്. സർക്കാർ പറയുന്ന സമ്പൂർണ്ണമായി എല്ലാം കൃത്യമായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു എത്രയോ ഞങ്ങളെപ്പോലെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ കാണും. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൽ തന്നെ ഒരു 50-ൽ കൂടാതെ കാണും. അങ്ങോട്ടൊക്കെ അപ്പുറത്തോട്ടൊക്കെ റെയിൽവേയിൽ കുറേ ആൾക്കാർ ഇനിയും ഞങ്ങളെ കൂടാതെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കാണും അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട്. നിങ്ങളുടെ എത്ര സെന്റ് സ്ഥലം പോയായിരുന്നു? ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലം. നിങ്ങളുടെ ഏതും സെൻറ്റ് സ്ഥലം 8.5 സെൻറ്റ് സ്ഥലമുണ്ട് പ്രമാണത്തിൽ. 10 സെൻറ്റ് മേടിച്ചിട്ട് അത് കടൽ കയറി മൊത്തം അങ്ങ് പോകുമായിരുന്നു. വീട് നല്ല വീടായിരുന്നു? നല്ല വീടായിരുന്നു. വാർത്ത വരെയായിരുന്നു. ഇപ്പം എങ്ങനെയാ ഇവിടുത്തെ ഒരു ജീവിതത്തെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു? പിന്നെ ഒന്നും ചെയ്യാനൊക്കുന്നില്ല. പിന്നെ നമ്മൾ പണിക്ക് പോകുന്നില്ലല്ലോ. പിന്നെ പെണ്ണുങ്ങൾക്ക് പണിയുള്ളത് കൊണ്ട് ചെമ്മീൻ പൊളിച്ച് നമ്മുടെ ജീവിതം നടക്കുന്നു. ഒരു മോൻ മരിച്ചു പോയി. ഒരു മോൻ മരിച്ചു പോയി. അവരും ഇതേപോലെ കഴിയുവാണ്. അവരുടെ വീട് പോയത്? അതാ വീട്. നമുക്കല്ലാതെ ഒരു ഗതിയും ഇല്ല. ഇനിയിപ്പോൾ എന്താ സർക്കാരിനോടും ഒക്കെ ആവശ്യപ്പെടാനുള്ളത്? നമുക്കൊരു വീടും സ്ഥലമായിട്ട് കിട്ടണം. ഒരു വരെയും കിട്ടാതെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ആര് തരുന്നു അവരുടെ കൂടെ ഞങ്ങൾ കാണും. അതുതന്നെയാണ് എത്രയും വേഗം ഇവർക്ക് കെട്ടുറപ്പുള്ള ഒരു വീട്, 2 സെൻറ്റ് സ്ഥലവും ഒരു വീടും കിട്ടണം. സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണമെന്നത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവരുടെ ഒരു ജീവിതകാലത്തെ മൊത്തം അധ്വാനത്തിൻ്റെ ഫലമായ ഭൂമിയും വീടും എല്ലാം പോയതാണ്. കെട്ടുറപ്പുള്ള നല്ല വാർത്ത കെട്ടിടമായിരുന്നു. അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇപ്പോൾ 4.5 വർഷമായിട്ട് ഈ കുടുംബം, ഈ 65 വയസ്സ് പിന്നിട്ട ഇവരുടെ കുടുംബം ഈ തെരുവിൽ കഴിയുകയാണ്. അതേപോലെ തന്നെയാണ് ഇവരുടെയും ജീവിതം. അതുപോലെ നിരവധി കുടുംബങ്ങളാണ് ഈ റെയിൽവേ പുറംപോക്കിൽ കഴിയുന്നത്. അവർക്കെല്ലാം ശാശ്വതമായ ഒരു ഭവന സംവിധാനം ഒരുക്കി നൽകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്.